ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 21/7/2025. കേൾക്കൽ. നമുക്ക് കേൾക്കലിനെ ശ്രദ്ധിക്കാം. കേൾക്കേണ്ടത് കാതുകൊണ്ടല്ലേ? അപ്പോൾ കേൾക്കലിനെ എങ്ങനെ ശ്രദ്ധിക്കും? ശ്രദ്ധിക്കേണ്ടത് മനസ്സുകൊണ്ടല്ലേ? അപ്പോൾ എങ്ങനെ മനസ്സുകൊണ്ട് കേൾക്കും? കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ കേൾക്കുക എന്ന പ്രവൃത്തിയെ ശ്രദ്ധിക്കണം. കേൾക്കാൻ ചെവി പോരെ എന്ന് ചിന്തിക്കുന്നതിൽ എന്തർത്ഥം? ഇന്ന് ഞാൻ പുലർച്ചെ എഴുന്നേറ്റ ശേഷം ചെവി കേട്ടതെല്ലാം ഞാൻ കേട്ടുവോ? എൻ്റെ ചെവി കേട്ടത് കേൾക്കുവാൻ ഞാൻ എന്നിലുണ്ടായിരുന്നുവോ? സത്യസന്ധമായി ഓർത്തിട്ട് പറയുക. ഇല്ല എന്ന ആത്മാർത്ഥമായ ഉത്തരമാണെങ്കിൽ മാത്രം കേൾക്കുക എന്ന പ്രവൃത്തിയെ നമുക്ക് കുറച്ചു നേരം ശ്രദ്ധിക്കാം. ഇന്ന് എഴുന്നേറ്റ ശേഷം ചെവി കേട്ട പക്ഷികളുടെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടുവോ? കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദം ഞാൻ കേട്ടുവോ? കാത് കേട്ടത് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അതാണ് സത്യം. മീറ്റുമിയിലെ മാസം തോറും നടക്കുന്ന ധ്യാന ശിബിരങ്ങളിൽ പ്രധാന പരിശീലനം നല്ലൊരു കേൾവിക്കാരനാവാനാണ്. അത് എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സാധകരെ ഈ നിമിഷത്തിൽ നിലനിർത്തുക എന്നത് വഴിയാണ്. ഈ നിമിഷത്തിൽ മനസ്സ് നിലനിർത്തിക്കൊണ്ട് ധ്യാന സാധകരെ അപ്പോൾ കേൾക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുവാൻ പരിശീലിപ്പിക്കുന്നു. അപ്പോഴാണ് നിരീക്ഷകൻ ഉണരുന്നത്. ആ നിരീക്ഷകന് ഈ നിമിഷം ശ്രദ്ധ, കേൾക്കുക, ഹൃദയം ഇവയൊന്നും ഭിന്നമായതല്ല, പരസ്പരം പൂരകമായിരിക്കുന്നു എന്ന ബോധം ലഭിക്കുന്നു. ഈ അറിവ് നിസ്സാരമായ ഒന്നാണോ? അല്ല. ഹൃദയം കൊണ്ടും കേൾക്കാനാവും. അത് അനുഭവിച്ചവന് അറിയും. അവൻ പറയുന്നത് കേൾക്കുന്നത് ഹൃദയം കൊണ്ടാണ്, അല്ലാതെ ചെവി കൊണ്ട് മാത്രമല്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരുന്നുണ്ടാവാം. എന്താ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അത് സത്യമാണ്. ചില സത്യങ്ങൾ അങ്ങനെയാണ്. അനുഭവിക്കണം അത് സത്യമാണെന്നറിയുവാൻ. വീണ്ടും ഓർക്കുക, കേൾക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമേ അല്ല എന്ന്. ഹൃദയം കൊണ്ട് കേൾക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരാൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ എന്താവും നാം ചെയ്യുക? അതൊന്നും നാം ഹൃദയം കൊണ്ട് കേൾക്കുന്നുണ്ടാവില്ല. കേട്ടുവിടും എന്ന അവസ്ഥയിലായിരിക്കും കേൾക്കുക, അല്ലേ? അപ്പോൾ മറ്റൊരാളെ കേൾക്കുക എന്നാൽ ഞാൻ അവർക്ക് എന്നിൽ ഇടം കൊടുക്കുന്നു എന്നാണ് അർത്ഥം. താല്പര്യമില്ലാത്തവരുടെ മുന്നിൽ നാം നിന്നു കൊടുക്കുമായിരിക്കും. പക്ഷേ അവർക്ക് നമ്മളിൽ നാം ഇടം കൊടുക്കില്ല. ക്രമേണ അവർക്ക് മനസ്സിലാകും നാം പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല എന്ന്. ശ്രദ്ധ കൊണ്ടും കേൾക്കാം, ഹൃദയം കൊണ്ടും കേൾക്കാം, ശ്രദ്ധ ഇല്ലാതെയും കേൾക്കാം. മൂന്ന് കേൾക്കലും നമ്മുടെ ആത്മാർത്ഥതയെ ആശ്രയിച്ചിരിക്കും. അതിനാൽ തുല്യ ദുഃഖിതർ ധാരാളം സംസാരിക്കും, ധാരാളം കേൾക്കും. അവർക്ക് പരസ്പരം കേൾക്കാനും പറയാനും സാധിക്കുന്നു. എന്നാൽ സംസാരിക്കുന്നവർ തമ്മിൽ രണ്ടു വികാരത്തിലാണെങ്കിലോ അവിടെ പറയലും കേൾക്കലും ഒരിക്കലും സംഭവിക്കില്ല. ഒരാളെ കേൾക്കുക എന്നത് മറ്റൊരാൾ നമ്മളോട് പറയുന്നത് എന്ത് എന്നല്ല, എന്തുകൊണ്ട് അയാൾ അത് പറയുന്നു എന്നത് അറിയുവാനുള്ള ബോധം നേടുക എന്നതാണ്. ശരിയായി കേൾക്കുന്നിടത്ത് മാത്രമേ ശരിയായ ആശയവിനിമയം സംഭവിക്കുന്നുള്ളൂ.
കേൾക്കുക എന്നത് നിസാരമായ ഒന്നല്ലെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ചിന്തിക്കുക, നിരീക്ഷണത്തിൽ നിന്നും കേൾക്കലിന് മാറി നിൽക്കുവാൻ സാധ്യമോ? അതെ, നിരീക്ഷകനും കേൾക്കുന്നുണ്ട്. അത് വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതറിയണം. നിരീക്ഷകൻ കേൾക്കുന്നുണ്ടെന്ന് അറിയണം. അതിനാൽ കേൾക്കുന്നതിനെ എല്ലാം നിരീക്ഷിക്കണം. പക്ഷേ ഒരിക്കലും നിരീക്ഷണത്തെ പരീക്ഷണമാക്കരുത്. കാരണം പരീക്ഷണത്തിന് മനസ്സ് വേണം. ചിന്തിക്കൂ, എപ്പോഴും ഒരു വിശ്വാസിയെ എടുക്കൂ. വിശ്വാസി എന്ന് എത്ര പറഞ്ഞാലും അവൻ വിശ്വസിക്കുന്ന ഈശ്വര സങ്കല്പം പറഞ്ഞതാണോ അവൻ കേൾക്കുന്നത്? ഇവിടെ കേൾക്കുക എന്നത് അനുസരണയായി കാണുക. ഇനി സാധകർ ആരായാലും അവർ ബോധപ്രാപ്തൻ പറയുന്നതാണോ കേൾക്കുന്നത്? അല്ല, പലപ്പോഴും മനസ്സ് പറയുന്നതാണ് കേൾക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സ് പറയുന്നതേ നാം കേൾക്കൂ. അപ്പോൾ നമ്മളിൽ ഒരു നിരീക്ഷകൻ ഉണരേണ്ടയോ? നിരീക്ഷകൻ ഉണർന്നാൽ നിരീക്ഷകൻ ശരിക്കും നിരീക്ഷിക്കുന്നതിനാൽ ശരിക്കും നമ്മൾ കേൾക്കും. അതിനാൽ നിരീക്ഷകൻ ബോധപ്രാപ്തനെയും കേൾക്കും. ഹരി ഓം. ഇന്നത്തെ 7-ാം തീയതി ജൂലൈയിലെ വൃത്തത്തിലെ ശൂന്യതയിൽ കേൾക്കൽ ഇതിനെ കുറിച്ചാണ്. കേൾക്കൽ ചെവി കൊണ്ടാണെന്ന് പറയും. ശ്രവണേന്ദ്രിയം കൊണ്ട് ആണെങ്കിലും ആ ഇന്ദ്രിയം, അതായത് ആ അവയവത്തിൽ നിന്നും പിന്നെ ചെവിയിൽ നിന്നും ഒരു മുഖ്യ ഞരമ്പ് വഴി സൗണ്ട് വേവ്സിന്റെ പല വൈബ്രേഷൻസ്, ഒരാൾ സംസാരിക്കുമ്പം ആ വേവ്സ് ആ പിന്നെ ടിംപാനത്തിൽ ചെന്ന് എത്തി ചെവിക്കകത്ത് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പം അത് ആ ചില സ്മോൾ ബോൺസ് ഉണ്ട്, അതുവഴി ആ പിന്നെ ഓഡിറ്ററി നെർവിലോട്ട് അത് കടത്തിവിട്ട് അതിൽ പിന്നെ വൈബ്രേഷൻസ്, അതിനനുസരിച്ചുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും. ഇത് ഈ ഓഡിറ്ററി നെർവ്സിൽ നിന്ന് ചെന്ന് ബ്രെയിനിലെത്തും. അവിടെ എത്തുമ്പം ചില ന്യൂറൽ പാത്വേസ് ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഒരു ചലനാത്മക പിന്നെ ചലനം സൃഷ്ടിക്കും അവിടെ, ഇതിനനുസൃതമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ചലനാത്മകത ശ്രദ്ധിക്കുമ്പോൾ ആണ് കേൾക്കലിന്റെ ആ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നത്. അത് ഭാഗികമാണ്. കാരണം ഇനിയുണ്ട്, അത് ഹാർഡ്വെയർ ചെന്നെത്തി. ഇനി അതിൽ നിന്നുണ്ടാവും സോഫ്റ്റ്വെയർ. അതായത് ഇതിന്റെ ഈ വൈബ്രേഷൻസ്, ഈ സെൽസ് ഇങ്ങനെ തുടിക്കുമ്പോൾ, ന്യൂറോൺസ് തുടിച്ച് ഈ മെസ്സേജ് ഇങ്ങനെ വിടുമ്പോൾ ചില വേവ്സ് ഉണ്ടാവും. ആ വേവ്സ് പിന്നെ ഏതൊക്കെ തലത്തിലാകാം. അറിയലിന്റെ വേവ്സ്, കോഗ്നൈസ് ചെയ്യാനുള്ള വേവ്സ്, ആൽഫ ബീറ്റ ഗാമ വേവ്സ് ഒക്കെ ഗുരുജി പറഞ്ഞിട്ടുണ്ട്. മനോതലത്തിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ വേവ്സ് ഉണ്ടാവും. അത് മാത്രമല്ല, അത് മറ്റേ കാറ്റഗറീസ് ഓഫ് വേവ്സ്, കോഗ്നിഷൻ ഇൻ എനർജി ലെവൽസ് ലൈക്ക് ഇന്റലിജൻസ് ആൻഡ് ഓൾ ദാറ്റ്, അതെല്ലാം വരും. പിന്നെ ഇന്റലിജൻസ് മാത്രമല്ല, അവയർനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വേവ്സിന്റെ ഒക്കെ രജിസ്ട്രേഷൻ അവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ, നമുക്കത് അളക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. സയൻസ് തന്നെ പറയുന്നുണ്ട് ഇതാണ് അതിന്റെ പ്രോസസ്സ്. അൾട്ടിമേറ്റ്ലി ഈ അവയർനെസ് ചെന്ന് പതിയുമ്പോഴാണ് ഇതിന്റെ പിന്നെ കോൺസിക്വൻസ് ചെന്ന് പതിയുമ്പോഴാണ് അവിടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം പ്രകൃതി ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് അത് നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. അതാണ് നമ്മുടെ ഒരു ഡെഫിഷ്യൻസി. അതാണ് ഗുരുജി പിന്നെ ചോദ്യരൂപേണ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. പുലർച്ചെ
ഉണർന്നതിന് ശേഷം എന്റെ ചെവി കേട്ടതെല്ലാം കേൾക്കാൻ ഞാൻ എന്നിൽ ഉണ്ടായിരുന്നോ എന്ന്. ചിലരങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഗുരുജിയൊക്കെ അങ്ങനെ ആയിരിക്കും കേൾക്കുന്നത്. ചിലർ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. കാരണം ഉണരുന്നത് വല്ലതും കോളിംഗ് ബെൽ വല്ലതും അടിച്ചിട്ടായിരിക്കും. ഗിളിയുടെ ശബ്ദവും കേൾക്കില്ല, ഒന്നുമില്ല. പിന്നെ ഒരു ഓട്ടമാണ്. കാരണം അവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കർമ്മങ്ങളിന്റെ ഒരു കർമ്മങ്ങൾ കിടക്കുന്നു. അപ്പൊ അവയിൽ മുഴുകേണ്ടതാണ്. ചിലരാണെങ്കിൽ കേട്ട് ആസ്വാദിക്കുമായിരിക്കും കിളികളുടെ ശബ്ദം. കാരണം രാവിലെ എണ്ണിച്ച് സാധന ചെയ്യണം, പിന്നെ ചില ടോക്സ് ഒക്കെ കേൾക്കണം, പോസ്റ്റിങ്സ് ഇടണം. അപ്പൊ ആസ്വദിച്ച് അങ്ങനെ കിടക്കത്തില്ല. പിന്നെ ചാടി എണ്ണിക്കും. അവരും കർമ്മത്തിൽ ഒരു തരം വേറൊരു ലെവലില് കർമ്മത്തിൽ ഏർപ്പെടും. നമ്മൾ സാധകത്തൊക്കെ അങ്ങനെയായിരിക്കും. അപ്പൊ ഭൂരിപക്ഷവും എല്ലാ ശബ്ദവും പൂർണ്ണമായി കേട്ടിട്ടുണ്ടാവില്ല. കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അത് കേൾക്കുന്നത് എങ്ങനായിരിക്കും? ഒന്ന് മനസ്സുകൊണ്ടാണോ, ബോധത്തോടാണോ, പിന്നെ നിരീക്ഷകനെ കൊണ്ടാണോ, സത്തയിലാണ്, ഹൃദയം കൊണ്ടാണോ, സത്തയും കൊണ്ടാണോ, ഇങ്ങനെ പല പല തലങ്ങളാണ് ഉള്ളത്. അപ്പോ ആ ഒരു കാര്യം ആണ് നമ്മൾ കേൾക്കുന്നതെന്ന് മാത്രമല്ല, മറ്റേ എല്ലാ സെൻസ് ഓർഗൻസിന്റെയും ആക്ടിവിറ്റീസ് നമ്മൾ പൂർണ്ണമായിട്ടാണോ അത് ചെയ്യുന്നത്? അത് മാത്രം അല്ല, അതിന്റെ ആക്ടിവിറ്റി മാത്രമല്ല, ഫോളോ അപ്പ് ആയിട്ട് കുറെ സീരീസ് ഓഫ് ഇവന്റ്സ് അവിടെ ഉണ്ടായിട്ടാണ് അത് പരിപൂർണതയിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോ ആ പരിപൂർണതയിൽ എത്താനായിട്ടാണ് മീ ടു മീയിൽ നല്ല പിന്നെ അതായത് പരിശീലനം വഴി ഇത് നേടിയെടുക്കാൻ, ആ ബോധം വരാൻ. എന്തിന്റെ ബോധം? കേൾക്കുന്നത് ശരിക്ക് കേൾക്കാൻ, പരിപൂർണതയില് ഞാന് അവിടെ ഉണ്ടാവണം, ഞാൻ അറിയണം, ഞാൻ ഇത് നടക്കുന്നു എന്ന്. അത് ആ രീതിയിൽ അറിയാൻ. അപ്പോ വെൻ യു ലിവിങ് ടു ലിവ് ഇൻ ഫുൾ അവയർനെസ്, അതാണ് ഗുരുജി ഇവിടെ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ മീ ടു മീയിൽ നല്ല കേൾവിക്കാരനാകാൻ ആയ പരിശീലനം നൽകുന്നുണ്ട്. ഈ നിമിഷത്തിൽ നിന്ന് കേൾക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാൻ പരിശീലിപ്പിക്കുന്നു. എങ്ങനെ? ഈ നിമിഷത്തിൽ നിന്ന് ഗുരു തരുന്ന നിർദ്ദേശവും പിന്നെ മ്യൂസിക്കിലും മനോപൂർണതയോടെ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ഭൂതവും ഭാവിയിലെയും ഒരു കാര്യത്തിലോട്ടും ചിന്ത പോകാതെ നിശ്ചലമാകുമ്പോൾ ഒരു ധ്യാനാത്മക മനസ്സുണ്ടാവും. വിവേകബുദ്ധിയും നിരീക്ഷകനും ഉണരും. നാം സത്തയോടെ അടുത്തെത്തുമ്പോൾ ഹൃദയവികാസവും ഉണ്ടായി കേൾക്കുന്നതാണ്. അത് നമ്മളെ പരീക്ഷിക്കാനൊന്നും പോകരുത്, അതവിടെ നടക്കുന്നതാണ്. അത് ശ്രദ്ധയോടുള്ള കേൾക്കലാണ്. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ അതിനൊന്നും പിന്നെ ഇങ്ങനാണ് അങ്ങനാണ് എന്നുള്ളത് നമ്മൾ കൂടുതൽ അത് അളക്കാനോ ടെസ്റ്റ് ചെയ്യാനോ ഒന്നും പോകാതിരിക്കുന്ന അത് അനുഭവിക്കുക, അതാണ് അത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഒരു നാച്ചുറൽ ആയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് അനുഭവിച്ചു പോകാം. ഏത് പ്രവൃത്തിയും പൂർണ്ണ ബോധത്തോടെയും ഹൃദയവും കൊണ്ട് ആണെങ്കിൽ ആ പ്രവൃത്തി പൂർണ്ണം ആയിരിക്കും എന്ന് അനുഭവിച്ച് അറിയാനേ പറ്റും. അനുഭവിക്കുമ്പോൾ മാത്രം ആ സത്യം തിരിച്ചറിയും. കേൾക്കുന്നതായാലും കാണുന്നതായാലും മണക്കുന്നതായാലും ത്വക്ക് സ്പർശനം എല്ലാം തന്നെ കാര്യമായി ഈ ഹൃദയം കൊണ്ടാണ് പൂർണ്ണമായി അറിയുന്നത്. പലപ്പോഴും ആ തലത്തിൽ തന്നെയാണ് അറിയുന്നത്, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് ബോധ്യപ്പെടണം എങ്കിൽ നിരീക്ഷകൻ അനിവാര്യമാണ്. ബോധ്യപ്പെടണം നമുക്കത്. അതിന് നിരീക്ഷകൻ വേണം. നിരീക്ഷണം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ആ ഒരു ധ്യാന പരിശീലനം നന്നായി ചെയ്യേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ അവിടെ തന്നെ അല്ല, വീട്ടിൽ വന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഹൃദയം ഫങ്ഷണൽ മോഡില്, അതായത് അതെങ്ങനെയാ ചെയ്യുന്നത് അവിടെ വെച്ച് ചെയ്തതുപോലെ വീട്ടിൽ വന്ന് ചെയ്യണം. പൊതുവേ ഉള്ള മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്ത് ധ്യാനാത്മക മോഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഹൃദയം ഫങ്ഷണൽ മോഡിലും ഉറപ്പായി വന്നുകൊള്ളും. നമ്മൾ അളക്കാനൊന്നും പോണ്ട. മൂന്നാമത്തെ ഭാഗത്ത്
പിന്നെ ഗുരുജി പരിശീലനം അങ്ങനെ നമുക്ക് കിട്ടുന്നു, ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചില ലക്ഷണങ്ങൾ, നമ്മളെ ഉള്ളിൽ ഉള്ള കേൾക്കൽ ഏത് തരമാണെന്ന് ആണ് ആ ലക്ഷണങ്ങൾ ഒക്കെയാണ് ഗുരുജി 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്തായിരിക്കും? പിന്നെ ഹൃദയം കൊണ്ട് കേൾക്കണം എന്ന് ഗുരുജി മുമ്പേ ഉള്ള ആ പാട്ടിൽ പറഞ്ഞത്, അത് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ് എന്ന് വ്യക്തമാക്കാന് ഗുരുജി ആ കേൾവിയുടെ ആത്മാർത്ഥതയെ ബേസ് ചെയ്ത് 3 തലങ്ങളിൽ എടുത്തിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോ താല്പര്യമില്ലാതെ ഒരാളുടെ സംസാരിക്കുമ്പോൾ, അപ്പൊ അവിടെ ആ വാക്ക് ഉപയോഗിക്കുന്ന താല്പര്യം ഇല്ലാതെ, അപ്പൊ എന്താണ് അവിടെ ഭേദബുദ്ധി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനോതലത്തിലാണ് നിൽക്കുന്നത്, അവിടെ ഹൃദയമില്ല. താല്പര്യം അവൻ ഇഷ്ടാനിഷ്ട അനുസരിച്ചാണ്. താല്പര്യമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ നാം 2 കാര്യം ചെയ്യാം. ഒന്ന്, താല്പര്യമില്ലാതെ അവരുടെ മുന്നിൽ നിന്ന് കൊടുക്കും, പക്ഷെ അവർക്ക് ഇടം കൊടുക്കൂല, ഒരു സാധ്യത. 2-ാമത്തെ സാധ്യത, കേൾക്കും, അവർ പറയാനുള്ളത് കേൾക്കും, കേട്ടു വിടും, പക്ഷെ ഇടം കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഇടം കൊടുക്കുന്നുണ്ട്. ഇത് 2 എണ്ണം. അപ്പോ ആദ്യം പറഞ്ഞത് താല്പര്യമില്ലാതെ കേൾക്കുന്നത്, അവർക്ക് ഇടം കൊടുക്കുന്നുമില്ല, അത് ക്വാളിറ്റി ഇല്ലാത്ത കേൾവിയാണ്. കാരണം അവിടെ ആത്മാർത്ഥതയില്ല, ലവ് ഇല്ല, സ്പേസ് കൊടുക്കുന്നില്ല. എന്നാൽ 2-ാമത്തെ, അതായത് കേൾക്കും, കേട്ടുവിടും, ഇടം കൊടുക്കുന്നു. അങ്ങനാണെങ്കിൽ അത് ഒരു ക്വാളിറ്റി ഉള്ള കേൾവിയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് അവിടെ ലവ് ഇല്ലെങ്കിലും, ആത്മാർത്ഥത ലവ് ഇല്ലെങ്കിലും സ്പേസ് കൊടുക്കുന്നു. പക്ഷെ ആ സ്പേസ് കൊടുത്ത് എന്തുകൊണ്ടാണ്? ചില കോമൺ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ചില കോമൺ ആയിട്ടുള്ള ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട്, അല്ലെങ്കിൽ ഗോസിപ്പ്, ഇതിങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് അത് അനുവദിക്കും. എന്ത് പറഞ്ഞാലും ഈ താല്പര്യമില്ലാത്ത ഒരാളോടുള്ള സംസാരം 2 തരം നോക്കിയാല് അത് രണ്ടും, ആ 2 കേൾവിയും, സംസാരിക്കുന്നില്ല, കേൾവി, ആ 2 കേൾക്കൽ രണ്ടും കണ്ടീഷൻഡ് ഹിയറിംഗ് ആണ്. അവിടെ ലവ് എന്ന് പറയുന്ന കാര്യം ഇല്ല, ആത്മാർത്ഥത ഇല്ല. അപ്പം ആത്മാർത്ഥത ബേസ് ചെയ്ത് 3 തരം കേൾവിയുണ്ട്, കേൾക്കലുണ്ട്. ശ്രദ്ധയില്ലാത്തത്, ശ്രദ്ധ കൊണ്ടുള്ളത്, പിന്നെ ഹൃദയം കൊണ്ടുള്ള കേൾക്കൽ. ഇങ്ങനെ 3 തരം ഉണ്ട്. അപ്പം ആത്മാർത്ഥത ഇല്ലാത്തത് നമ്മളൊന്ന് കണ്ടു. അപ്പൊ അതിനകത്ത് 2 തരമുണ്ട്, ഹൃദയോടും ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നത്. പിന്നെ 3-ാമതൊരു തരമുണ്ട്, ഹൃദയം കൊണ്ട് കേൾക്കുന്നത്. അത് നമ്മളിവിടെ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഒരു തരം അപ്പൊ ഈ സംസാരിക്കുന്നത് 2 പേരും കൂടെ ഒരാൾ കേൾക്കുന്നു, മറ്റേ ആളും കേൾക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ഒരു തരം വികാരങ്ങൾ, ഒരേ തരം വികാരങ്ങൾ ഉള്ളവർ നന്നായി പരസ്പരം കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കോമൺ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇരുവർ തമ്മിൽ അത്രയും സംസാരവും കേൾക്കലും ഉണ്ടാകില്ല. ഒരാൾ കേൾക്കുമായിരിക്കും, മറ്റേ ആള് സംസാരിക്കുകയുമില്ല. ഒരാൾ കേൾക്കുമായിരിക്കും, മറ്റേ ആള് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ one will talk, the other will not talk. കേൾക്കുകയുള്ളൂ. ഇവിടെയാണ് ശരിയായ ആശയവിനിമയത്തിന് ഒരു സാധ്യത ഉണ്ടാവുന്നത്. അത് കേൾക്കുന്നവൻ, പറയുന്ന ആള്, കേൾക്കുന്നവൻ പറയുന്ന ആള് പറഞ്ഞത് എന്നുകൊണ്ട് അത് പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഉള്ള ബോധം നേടണം. അന്നാലേ ശരിയായ ആശയവിനിമയം സാധിക്കുകയുള്ളൂ. പക്ഷെ അതിന് അത്രയും ഒരു വിശാലത വേണം. ബോധവികാസം ഉണ്ടാകുമ്പോൾ നിരീക്ഷകൻ ഉണർന്ന് ശ്രദ്ധയോട് ചേർന്നിരുന്നാൽ ഹൃദയവികാസം തലത്തിൽ നിന്ന്, ലവിന്റെ തലത്തിൽ നിന്ന്
മറ്റൊരു ആൾ, അതും സത്തയാണ്, പ്രേമഭാവമാണെന്ന് ഓർത്തുകൊണ്ട് പറയുന്നത്, കേൾക്കുന്നത്, അതായത് ഒരു അൺബയസ്ഡ് ആയിട്ട് ഒരു രീതിയിൽ, അതാണ് പരിപൂർണ കേൾക്കൽ. ബുദ്ധന്റെ ലെവൽ ആ രീതിയിലാണ് ആ ബോധപ്രാപ്തന്മാരുടെ കേൾക്ക് അങ്ങനെ ആയിരിക്കും. ആ കരുണഭാവത്തിൽ ഉള്ള കേൾക്കൽ അനുഭവിച്ച് അറിയേണ്ടതാണത്. അത് നമ്മൾ സാധകരും ആ തലത്തിൽ എത്തണം. വേറെ ഒരാള് പറയുന്നത് കേട്ടിട്ടത് മനസ്സിലായിട്ട് ആക്കാനുള്ള ആ ഒരു അനുഭവം, അനുഭവം, അതായത് that compassion and that that consideration, what difficulty the other person is undergoing, അത് അവരുടെ അതില് കേട്ട് അറിയേണ്ടതാണ്. അങ്ങനെയാണ് സാധകര് പരിശീലിക്കേണ്ടത്. കേൾക്കൽ മാത്രമല്ല, കാണലും എല്ലാം, ഇന്ദ്രിയങ്ങൾ ബേസ്ഡ് എല്ലാ പ്രവൃത്തികളും അങ്ങനെ തന്നെ ആയിരിക്കണം. ലാസ്റ്റ് പാർട്ടില് ഗുരുജി പറയുന്നത്, കേൾക്കൽ ഒരു നിസ്സാരമായ പ്രക്രിയ അല്ല. ഇപ്പോ പൂർണമായ നമ്മൾ ഓർക്കേണ്ടതാണ്, പൂർണമായ കേൾക്കൽ എന്ന് പറയുമ്പം ബോധം ഉണ്ടാവേണ്ടതാണ്, അപ്പോൾ അത് ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയാണത്. നിരീക്ഷകൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നതിനെ എല്ലാം നിരീക്ഷിക്കണം. നമ്മൾ അളക്കണ്ട, നമ്മളൊന്നും അളക്കാനൊന്നും പോകരുത്. അതായത് ജസ്റ്റ് ഹിയർ ഇൻ ഫുൾ അവയർനെസ്. പിന്നെ പറയുന്നുണ്ട് ഗുരുജി, നിരീക്ഷണത്തിനെ പരിശോധിക്കരുത്. അതായത് അതിനെ ടെസ്റ്റ് ചെയ്തോ ഇവാലുവേറ്റ് ചെയ്തോ, അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മനസ്സ് വരുന്നുണ്ട് അവിടെ, ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അത് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഗുരുജിയുടെ പരിശീലനം അനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പം ഈ നിമിഷത്തിൽ നിന്ന് ഞാൻ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഈ നിമിഷത്തിൽ നിന്ന് ചെയ്യണം. അതായത് വേറെ ഒന്നും ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകാതെ അവിടെ അത് കേൾക്കുക. ശരിയാ, രാവിലെ എണ്ണിച്ചോടണമായിരിക്കും, ആയിക്കോട്ടെ, എണ്ണിച്ച് എംപ്റ്റി മൈൻഡ് ഓർ ഒട്ടയില്ലാത്തൊരു മൈൻഡിൽ നിന്ന് ധ്യാനാത്മ മനസ്സിൽ അവിടെ അതിനെ ഇങ്ങനെ ഹോണ്ടപ്പായിട്ട് ആക്റ്റീവായിട്ട് നിർത്തിക്കോണം. അതിനെ വിലയിരുത്താനൊന്നും പോണ്ട, അങ്ങനെ അങ്ങ് നിന്നാ മതി. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് എപ്പോഴും സാധിക്കുന്നില്ല എന്നൊരു സാധ്യത ഉണ്ടാവും. കാരണം അതുകൊണ്ട് എന്തോ സംഭവിക്കും, മനസ്സ് കയറി വരും. ഇപ്പൊ ഒരു വിശ്വാസിയെ തന്നെ എടുത്താൽ ഈശ്വര സങ്കല്പമാണ്. അപ്പൊ ഈശ്വര സങ്കല്പത്തിനെ ആണോ അനുസരിക്കുന്നത് അനുസരിക്കുന്നത് ഇവിടെ കേൾക്കുന്നത്? അത് പറയുന്ന ഈശ്വര സങ്കല്പം പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ടോ? അത് പറയുന്ന ഈശ്വര സങ്കല്പപ്രകാരമുള്ള തത്വങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാം കേൾക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ? അല്ല. മനസ്സിനെ കേൾക്കും, പക്ഷേ മനസ്സിനെ കേൾക്കും അവര്. മനസ്സ് പറയുന്നതെല്ലാം കേൾക്കും. നിരീക്ഷകൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാല് അത് അപ്പോഴാ ശരിക്ക് കേൾക്കാത്തത്. അപ്പോ ശരിക്ക് കേൾക്കണമെങ്കിൽ, പരിപൂർണതയിൽ കേൾക്കണമെങ്കിൽ, ഹൃദയ വികാസത്തോടെ കേൾക്കണമെങ്കിൽ നിരീക്ഷകൻ ഉണരേണ്ടതാണ്. കാരണം കുറച്ച് കഴിയുമ്പം തന്നെയും കേൾക്കണം. അപ്പോ അതിനു മുമ്പേ നിരീക്ഷകനെ ഉണർന്നാൽ നിരീക്ഷകൻ ശരിക്കും നിരീക്ഷിക്കുന്നതിനാൽ ശരിക്കും നിരീക്ഷണത്തിനാൽ ശരിക്കും നിരീക്ഷിക്കുന്നതിനാൽ ശരിക്കും നമ്മൾ കേൾക്കും. അപ്പൊ ഇവിടാണ് ഉണർന്നാൽ
നിരീക്ഷകൻ ശരിക്കും നിരീക്ഷണത്തിനാൽ നമ്മൾ ശരിക്ക് കേൾക്കും. അതിനാൽ അങ്ങനെ കേട്ടാൽ മാത്രമേ ഉള്ളൂ നിരീക്ഷകൻ ബോധപ്രാപ്തനെയും കേൾക്കും. അല്ലപ്പം നമ്മുടെ നിരീക്ഷകൻ ഉണർന്നില്ലെങ്കിൽ നമ്മൾ ബോധപ്രാപ്തനെ കേൾക്കുന്നില്ലെന്നാണ്, മനോതലത്തിൽ നിൽക്കുന്നു എന്നാണ്. അപ്പൊ ബോധപ്രാപ്തൻ പറയുന്ന കാര്യം 100% ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണ്ടല്ല, അവനവന് മനസ്സിലാക്കിയാ മതി എവിടെ അതുപോലെ ആണോ ചെയ്യുന്നത്. അതിലെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റേ മൈൻഡ് കൊണ്ട് നമ്മൾ കേൾക്കുകയും മറ്റേതും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റ് അത് അവിടാണ് ഈ ഓരോരോ കാര്യം കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ഈവൻ എ സ്മോൾ, നോട്ട് എ സ്മോൾ, മേജർ പോയിന്റ്. നമ്മള് നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ടതാണ്. അത് പിന്നെ സ്പിരിച്വൽ ഫീൽഡില് പറഞ്ഞ അവർ നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ലോവർ സെൽഫിന്റെ തലത്തിൽ നിന്ന് ഒരു ഹയർ സെൽഫിന്റെ ലെവലിൽ പോയി വേണം ഈ എല്ലാ ലൈഫ് പ്രോസസ്സും നടത്തണ്ടേ. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ആ നിരീക്ഷകന്റെ ആക്ടിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണ്ട. പക്ഷെ ഗുരുജി പറയുന്ന ടെക്നിക് പറഞ്ഞതാണ്. നമ്മുടെ ടെക്നിക് നമ്മൾ അനുസരിച്ചാൽ നമുക്ക് ആ ബോധപ്രാപ്തനെ കേൾക്കാൻ പറ്റും. അതെല്ലാ സാധകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹരി ഓം. ഹരി ഓം. കേൾക്കുക എന്ന പ്രോസസ്സ് ഒരു സാധകൻ മനസ്സിലാക്കേണ്ടത് കേൾക്കേണ്ടതിനെ കേൾക്കണം എന്നാണ്. അപ്പം നമ്മളിപ്പം മനസ്സ് പറയുന്നതാണ് കേൾക്കുന്നത്. കാരണം നമ്മൾ മനസ്സിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. സ്വാഭാവികതയിൽ എപ്പോഴാണോ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രകൃതി പറയുന്നതിനെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിലെ പ്രാക്ടിക്കൽ സെഷൻസിലെല്ലാം നമ്മളെ ഈ നിമിഷത്തിൽ നിലനിൽക്കാനും ജാഗ്രതയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായുള്ള സമർപ്പണത്തോടെ നമ്മളെ അനുഭവിക്കുക എന്നതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ കേൾക്കുന്ന പാട്ടുകളായിക്കോട്ടെ, അതനുസരിച്ച് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ആ മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇതിനെ ശ്രദ്ധിക്കുന്നത്, നമ്മളെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത്, എല്ലാത്തിനെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയങ്ങളിലൊക്കെ. കാരണം ആ സമയം നമ്മളെ കേൾക്കുകയാണ് അവിടെ. കാരണം മനസ്സ് ഈ നിമിഷത്തിൽ നിലനിൽക്കുകയാണ്. അവിടെ നമ്മളിലുള്ള നിരീക്ഷകൻ ഉണരുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മളിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെയും നമ്മൾ അനുഭവിക്കുകയാണ്. നിരീക്ഷകൻ കേൾക്കുന്നത് ഈ ആത്മീയ ഹൃദയം കൊണ്ടാണ്. ധ്യാനാത്മക മനസ്സിലൂടെ കടന്നുപോയി യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ ഒരു ആത്മീയ ഹൃദയം എന്ന് പറയുന്നത്. അപ്പം ആ ഹൃദയത്തിലൂടെയാണ് നിരീക്ഷകൻ കേൾക്കുന്നത്. കാരണം മനസ്സിന് എത്തിപ്പെടാൻ പറ്റാത്തിടമാണ് ഈ ആത്മീയ ഹൃദയം നിലനിൽക്കുന്നത്. അവിടെ നിരീക്ഷകൻ മാത്രമേ ഈ ശബ്ദം കേൾക്കുകയുള്ളൂ, ഹൃദയത്തിൻ്റെ. അവിടെ മനസ്സിന് എത്തിപ്പെടാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ഭൗതികപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാധകനോ ഒരു വ്യക്തിയെ കേൾക്കുമ്പോൾ, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ
മനസ്സ് ഉപയോഗിച്ചാണ് കേൾക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സംഘർഷാവസ്ഥ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടുപേരുടെ മനസ്സിൽ ഒരു സംഘർഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആശയങ്ങളും കാഴ്ചപ്പാടുകൾ എല്ലാം ആ കേൾക്കലിൽ തടസ്സം സൃഷ്ടിക്കും. മനസ്സുപയോഗിച്ചാണ് കേൾക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടൊന്നും കേൾക്കില്ല. മറ്റേ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ നമ്മൾ കേൾക്കണമെന്നില്ല. ഇനി നമ്മളാണ് സംസാരിക്കുന്നതുണ്ടെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ആയിരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത്. നമ്മുടെ മുന്നിൽ കണ്ണു തുറന്ന് ഇരിപ്പുണ്ടായിരിക്കാം, പക്ഷെ കേൾക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ വേറൊരു മനോഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയായിരിക്കാം അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പം നിരീക്ഷകനെ ഉണർത്തിയവൻ ഒരു വ്യക്തിയെ കേൾക്കുമ്പോൾ അയാളിലെ ശബ്ദത്തെ അല്ല ശ്രദ്ധിക്കുന്നത്, ആ ശബ്ദങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരനായ ആ വ്യക്തിയുടെ മനസ്സിനെയാണ്. അവിടെ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കുകയാണ് നമ്മൾ. നിരീക്ഷകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ മറ്റേ ആളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാളുടെ ആ മനോതലത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിനെയാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തെയാണ് കേൾക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കാഴ്ചപ്പാടുകളായിരിക്കാം ഫ്രണ്ടിൽ നിൽക്കുന്നത്. ആ പറയുന്ന വ്യക്തിയെ അല്ല കേൾക്കുന്നത്, ആ ശബ്ദത്തെ ആയിരിക്കില്ല കേൾക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ആശയങ്ങളും വെച്ച് മാത്രമേ ആ ശബ്ദങ്ങളെ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ന്യൂട്രലായിട്ട് ഒരു നിരീക്ഷകനായിട്ട് നിൽക്കുമ്പോൾ ആ ആളെ, മുന്നേ നിൽക്കുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോതലത്തിൽ നിന്നും വരുന്ന ശബ്ദങ്ങളെ കേൾക്കാനും അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതിന് നമ്മൾ നിരീക്ഷകൻ്റെ റോളിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നിലനിൽക്കാൻ സാധിക്കണം ആ റോളിൽ. മനസ്സിൻ്റെ സങ്കല്പങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയോ സാധകനോ ആണെങ്കിലോ അവനൊരു യഥാർത്ഥ കേൾവിക്കാരനാവുകയില്ല. അത് കാരണം അവനിൽ ആത്മാർത്ഥതയും കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് കേൾക്കുന്നതിലോ ഒന്നിലും ഒരു ആത്മാർത്ഥത കാണത്തില്ല. ആ വ്യക്തിയെ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റണമെന്നില്ല. മനസ്സിൻ്റെ സുഖത്തെ ആശ്രയിച്ചായിരിക്കും അവൻ്റെ പ്രവൃത്തിയും എല്ലാം. നിരീക്ഷകനെ ഉണർത്തിയ സാധകനിൽ പോലും മനസ്സ് നിലനിൽക്കുകയാണ്. അതും മറക്കാൻ പാടില്ല. നമുക്ക് അപ്പോഴും മനസ്സുണ്ട്. അപ്പോൾ ബോധസ്വരൂപൻ പകർന്നു തരുന്ന ബോധം പോലും ഒരു സാധകന് ഉൾക്കൊള്ളാനാകില്ല, മനസ്സ് നിലനിൽക്കുന്നുള്ളത് കൊണ്ട്. അവിടെ നമ്മൾ കമ്പാരിസൺ ചിലപ്പം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആശയങ്ങൾ അവിടെ വരാം, വ്യാഖ്യാനങ്ങൾ നമ്മൾ ചിലപ്പോൾ കൊടുക്കാം. ഇതെല്ലാത്തിനും സാധ്യത ഉണ്ട് അവിടെ, നിരീക്ഷകൻ നമ്മളിൽ ഉണർന്നാലും. അവൻ കേൾക്കുന്ന ബോധസ്വരൂപിനെ ആയിരിക്കില്ല ആ സമയത്ത്, അവൻ്റെ മനസ്സിൻ്റെ ശബ്ദത്തെ മാത്രമായിരിക്കും. നിരീക്ഷകനെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് സാധകന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ആ ശക്തിപ്പെടുത്തണം. നമ്മൾ അത്രയും കീനായിട്ട് ആ ഒരു നിരീക്ഷകനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു ഒന്നുമില്ലാതെ ആ ബോധസ്വരൂപിനെ പോലും കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കേൾക്കുന്നതിൽ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കാനും ബോധത്തോടെ കേൾക്കാനും സാധിക്കണമെങ്കിൽ ആ നിരീക്ഷകൻ അവിടെ നിലനിൽക്കണം. ആ രീതിയിൽ നിലനിൽക്കണം, ശക്തമായിട്ട് നിലനിൽക്കണം. നിരീക്ഷകൻ്റെ ആത്മീയ ഹൃദയത്തിലൂടെയുള്ള കേൾവിയിലൂടെ ആണ് ഒരു സാധകൻ കേൾക്കുകയാണെങ്കിൽ, അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അവനിൽ ബോധവികാസം സംഭവിക്കും. അങ്ങനെ ബോധപ്രാപ്തനെ കേൾക്കാനും സാധിക്കുകയുള്ളൂ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. കേൾവിയെ കുറിച്ചിട്ടാണ് പ്രാവശ്യം നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. കേൾവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലാകെ വരുന്നത്, നമ്മളെ ഗുരുവിനെ കാണുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ
നമ്മളിൽ ആകൃഷ്ടനായത് എന്നെ കേൾക്കുവാൻ എന്റെ പരിഭവങ്ങള്, എന്റെ ദുഃഖങ്ങള്, എന്റെ സന്തോഷങ്ങള് ഒരു പരിഭവവും ഇല്ലാതെ അപ്പുറത്തെ തലത്തിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്ന് നമ്മളോടൊപ്പം നമ്മളുടേതായ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ശ്രവിക്കുന്ന ഒരു കേൾവിക്കാരൻ. അപ്പം ഈ ആത്മീയ പാതയില്, കാരണം നമ്മുടെ സംസാരം എപ്പോഴും നമ്മൾ വരുന്നത് നമ്മുടെ ചലനങ്ങൾ തന്നെയാണ്, മനസ്സിന്റെ വ്യാപാരങ്ങൾ തന്നെയാണ്. അതിനെ കേൾക്കണമെങ്കിൽ ആ ശ്രോതാവിൽ ചലനങ്ങൾ കുറഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം അവിടെ സ്പർദ്ധ നടക്കും. ഞാൻ പലപ്പോഴും ഈ പല വിചാരധാരകളിൽ പോയപ്പോൾ ചില ഗുരുക്കന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ പറയുമ്പോൾ, നമ്മളൊരു തത്വം പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ അത് തയ്യാറാണ്. ഉടനെ അവർ കൗണ്ടർ പോയിന്റ്സ് ആണ്, അവരുടെ എന്താണ് അവരുടെ വ്യൂ പോയിന്റ്സ് കൊണ്ടുവരണം. ഞാനാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് ഇത്. അപ്പം കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് പൂർണ്ണമായ ഒരു മനോവ്യാപാരങ്ങളുടെ നമ്മളില് ഒരു നിശ്ചലത വരുമ്പോഴാണ് ചിന്തകള് ആദ്യം നമ്മള് കുറച്ചുകൊണ്ട് വരണം. അപ്പം നമ്മള് ധ്യാനവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധി വരെ തന്നെ നമുക്ക് ഈ നമ്മുടെ മനോവ്യാപാരത്തിൽ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഗുരുജി പലപ്പോഴും നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും അനുഭവങ്ങൾ നടന്നിട്ടുണ്ട്. വെറുതെ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നല്ല സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പരിചയം ഉണ്ടാവത്തില്ല. കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം, നമ്മളോട് പറഞ്ഞാൽ. പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ വന്ന് നമ്മളടുത്ത് പൊട്ടിക്കരഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ പറയും, നമ്മളത് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം ആ കുറേ അവരെ സംസാരിച്ച് കഴിഞ്ഞ് കരഞ്ഞ് അവരാ ഒരു പ്രയാസം എന്തോ അവരിൽ മാറിയത്. അപ്പൊ എന്തുകൊണ്ട്? കാരണം ഞാന് അവരുടെ അടുത്ത സുഹൃത്തോ ഒന്നും ആയിരുന്നില്ല, പക്ഷെ സംതിങ്. അപ്പം അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ശരത്തെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ എന്തെങ്കിലും ചെയ്തിട്ടില്ല. അപ്പം അവിടെ നമ്മളിൽ എന്തോ ഒരു സൈലൻസ്. ഇപ്പം ഗുരുജി പറയുന്ന നിരീക്ഷകന്റെ ഒരു ഭാവം എന്ന് പറയുന്നത് എന്തോ ഒരു അത് നമുക്ക് എല്ലാവർക്കും സാധകർക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതായിരിക്കും. വന്ന് അവർക്ക് ആ വിഷമം കഴിഞ്ഞിട്ട് നമ്മൾ അത് കേൾക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന വെച്ചാല് ആ ശ്രോതാവിന് പക്വതയുണ്ടാവുക, അവന് യഥാർത്ഥത്തില്. അപ്പൊ അതാണ് പറയുന്നത്, ഒരിക്കലും അവിടെ നിരീക്ഷകന് നീ കർത്തൃത്വം എടുക്കരുത്. നിരീക്ഷകനിൽ എപ്പോഴെങ്കിലും നീ കർത്തൃത്വം എടുത്തു പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോകും കാര്യങ്ങൾ. അപ്പം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. ഇപ്പം ഗുരുജി പറയുന്ന മീറ്റിംഗിലായാലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സ് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക്കലി സാധകരിൽ സംഭവിക്കുന്നതാണ്. പിന്നെ ഗുരുജി പറയുന്ന കണക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആ 3 തരത്തിലുള്ള കേൾവി ഗുരു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയ ശ്രദ്ധ കൊണ്ട് കേൾക്കാം,
ഹൃദയം കൊണ്ടും കേൾക്കാം, ശ്രദ്ധ ഇല്ലാതെയും കേൾക്കാം. അപ്പം ശ്രദ്ധ കൊണ്ട് കേൾക്കാം. ഞാനത് ഇങ്ങനെയാണ് എന്റെ മനസ്സുകൊണ്ട് എനിക്കത് വ്യാഖ്യാനിക്കാൻ കഴിയും. ശ്രദ്ധ കൊണ്ട് കേൾക്കുക എന്ന് പറയുന്ന പോലെ ഉദ്ദേശിക്കുന്നത് മേ ബി നമ്മൾ ഓരോ സമയത്ത് ഒരു മെറ്റീരിയൽ ആസ്പെക്ട്സിൽ പോലെ വേണമെങ്കിൽ നീ ചെയ്യുന്നത് മേ ബി ആസ് എ ഇഫ് യു ആർ കൗൺസിലർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ നീ അവിടെ നിന്റെ നീ മനസ്സിലാക്കിയിട്ടുള്ള ആ നോളജ് വെച്ചിട്ട് അതിന് നീ ആരാണോ ആ പറയുന്നത് നിന്നോട് സംസാരിക്കുന്ന ആ വ്യക്തിയുടെ അനുഭവങ്ങളെ നിന്റെ നോളജ് വെച്ചിട്ട് നീ അസിമുലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. അവിടെ യഥാർത്ഥത്തില് നീ ആ നിമിഷത്തിൽ നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആ നിമിഷത്തിൽ ആണ് നീ നിലനിൽക്കുന്നത്. പക്ഷെ അവിടെ നീ എന്ന് പറയുന്ന ആ വ്യക്തിത്വം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ വിവേക ബുദ്ധിയുടെ ഒരു പ്രവർത്തനം ആ മേഖലയിലുണ്ട്. അപ്പൊ അങ്ങനെ നിന്ന് അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് അതൊരു ടോട്ടലി ഒരു ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിറ്റ്നസറിന്റെ ഹിയറിംഗ് അല്ല അവിടെ നടക്കുന്നത്. എന്നാൽ ആ ഹൃദയത്തിന്റെയാണ് രണ്ടാമത്തെ ഹൃദയത്തിന്റെ കേൾവിയാണ് ഗുരുക്കന്മാര് ചെയ്യുന്നത്. അവര് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ഗുരുജിക്കറിയാം നീ എന്തുകൊണ്ട് ഇത് പറയുന്നു. അപ്പം ഒന്നും തിരിച്ചു പറയില്ല, കേട്ടിരിക്കാനും എന്തുകൊണ്ട് ഏത് തരത്തിലാണ്. ചിലപ്പം ഉടനെ നമുക്ക് റിപ്ലൈ തരാത്ത എന്താണ്, നിനക്കത് മനസ്സിലാകത്തില്ല എന്നറിയാം. നിന്റെ ആ മനോത്തരം ഗുരുവിനറിയാം. എന്നാൽ അത് പക്വതയില്ലാത്ത ഹൃദയത്തിന്റെ തലത്തിൽ ഇല്ലാത്ത ഒരാളാണെങ്കിലും അവിടെ തർക്കിക്കും. പിന്നെ അവിടെ ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. പിന്നെ അവിടെ കേൾവിക്കാരൻ ഇല്ലാതെയായി ടോട്ടൽ മെൽറ്റ് ഡൗൺ ആവും അവിടെ. ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ മൂന്നാമത്തതിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധയില്ലാതെ നമ്മൾ കേൾക്കാം. അപ്പം ശ്രദ്ധയില്ലാത്ത കേൾവി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ലൈഫിൽ, ഇപ്പം നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിലായാലും ഡേ ടു ഡേ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും ആയാലും പലപ്പോഴും നമ്മൾ കടന്നുപോയിട്ടുള്ള ഇതാണ്. ചില സംഭവങ്ങളില് നമ്മൾ എന്താണ് ഒരു കേൾക്കുമ്പോ തന്നെ ഇത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ കേൾക്കുക, ഇപ്പുറത്തെ ശരി കൂടെ കളയുക, നമ്മള് ഉൾക്കൊള്ളുന്നില്ല. അവിടെ ടോട്ടൽ ബ്രേക്ക് ഡൗൺ ഒക്കെ, ടോട്ടലി ഡെഫ് ആവുകയാണ്. ഇപ്പൊ നമ്മള് എത്രമാത്രം ഇതേ കണക്ക് ഹൃദയം കൊണ്ട് കേൾക്കുക എത്രമാത്രം വളരെ വിരളമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന ഒരു സംഭവമാണ് ശ്രദ്ധയില്ലാത്ത കേൾവി. ഈ ശ്രദ്ധയില്ലാത്ത കേൾവി രണ്ട് തരത്തിലുള്ള, ഇതെല്ലാം നമ്മൾ പുറമേ ഉള്ള വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ വേറൊരു കാര്യം, നമ്മളെ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വേദനകളെ, നമ്മുടെ മുറിവുകളെ, അതിനെ എപ്പോഴെങ്കിലും നമ്മൾ കാതോർത്തിട്ടുണ്ടോ? നമ്മളെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളെ നമ്മൾ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ആദ്യ തുടക്കം അവനവനിൽ തന്നെയാണ് ഗുരു പറയുന്നത്. തുടങ്ങേണ്ടത് നിന്നിൽ തന്നെയാണ്. അതൊക്കെയാണ് മീറ്റിങ്ങില് ഗുരു നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിന്നെ ഒരു സാധകനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് ആദ്യത്തെ പടികള് അവനിലുള്ള
ആ ശബ്ദങ്ങളെ, ആ ശബ്ദ കോലാഹലങ്ങളെ അവൻ ആദ്യം തിരിച്ചറിയാൻ, ആ കോലാഹലങ്ങളിൽ നിന്നുള്ള ആ കോലാഹലങ്ങളെ മനസ്സിലാക്കി ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയുക. ഇതിനപ്പുറമായിട്ട് there is a beautiful sound within us. പലപ്പോഴും നമ്മൾ ഓങ്കാരനാഥം ചാൻഡിയൻ എന്ന് മെഡിറ്റേഷൻ സമയത്ത് പറയാം, ഈ സൗണ്ട് പ്രകൃതിയില് സദാസമയമുണ്ട്. ഒരു ബോധപ്രാപ്തം നിൽക്കുന്നത് ആ ഓങ്കാരനാഥത്തിലാണ് നിൽക്കുന്നത്. നമ്മള് വീണ്ടും വീണ്ടും നമ്മൾ ചാൻറ്റ് ചെയ്ത് ആ നാദബ്രഹ്മത്തെ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു തരംഗത്തിന്റെ ആ സൗണ്ട് മോഡുലേഷൻസ് നമ്മൾ കൊണ്ടുവന്നു. അപ്പം ഇത് നമ്മുടെ ഉള്ളിൽ ആദ്യം സംഭവിക്കണം. അപ്പം ആന്തരികമായിട്ട് നമ്മൾ ആദ്യം ഈ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളിൽ നിന്ന് നാച്ചുറലായിട്ട് ഇത് സംഭവിക്കും. ഒരിക്കലും അതാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും ഏത് ആധ്യാത്മിക പാതയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ നാച്ചുറലായിട്ട് ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഗുരു പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്നില്ല. ഗുരുവിനോട് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മള് തിരിഞ്ഞു നടന്നിട്ടുണ്ട്, നമ്മൾ കുപിതരായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗുരു സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടില്ലേ? കാരണം ഗുരുവിനറിയാം ഈ ശബ്ദം വയ്ക്കുന്നതും കേൾക്കാതിരിക്കുന്നതും ആരാണ്. അത് നീയല്ല, നിന്റെ മനസ്സാണ്. ഗുരു എപ്പോഴും പറയും, ഞാൻ കുപിതനാവുന്നത് നിങ്ങളോടല്ല, നിങ്ങളുടെ മനസ്സിനോടാണ്. അപ്പൊ നമ്മുടെ അനുസരണക്കേട് നമ്മളൊക്കെ മാറി ഗുരുവിന്റെ ശബ്ദം നമുക്ക് കേൾക്കുമാറാകണമെന്നില്ല. നമ്മുടെ ഉള്ളാലെ ശൂന്യമാകണം. ആ ശൂന്യമാകാനായിട്ട് നമുക്ക് ഏവർക്കും ആ ഗുരു കാരുണ്യം ഉണ്ടാകട്ടെ. ആ ഗുരുകൃപ കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ഓങ്കാരനാഥം നിറഞ്ഞ് ഒഴുങ്ങി ആ ഹൃദയത്തിന്റെ ഭാഷ നമ്മളിലൂടെ ഗുരുവിന്റെ ആ ഭാഷ ലോകത്തെ